സർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എം.എൽ.എ സ്ഥാനം രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതായത് വി.ഡി. സതീശന് കീഴിൽ മന്ത്രിയായിരിക്കാനോ എം.എൽ.എ ആയിരിക്കാനോ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? സ്ഥിരീകരിക്കാത്ത ന്യൂസുകൾ. ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ഗുരുവായൂർ ദർശനത്തിലാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചാൽ ഏത് പത്രക്കാരും എത്തും. ഒരു പത്രസമ്മേളനം നടത്തിയാൽ അദ്ദേഹം പറയാനുള്ള കാര്യം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആരും മുതിരരുതെന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്. സർ, ചെന്നിത്തല എന്ന് പറയുന്നത് വളരെ സീനിയോറിറ്റി ഉള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോഴുള്ള എല്ലാ നടപടിയും. കെ.സിക്ക് വേണ്ടി കടുംപിടുത്തം പിടിച്ചു എന്ന് പറയപ്പെടുന്ന അത്രയും പോലും ചെന്നിത്തലയെ കുറിച്ച് ആരും ആലോചിച്ചിട്ട് പോലുമില്ല എന്നുള്ളതല്ലേ? ഇതൊന്നും ഒരു ശരിയായ കാര്യങ്ങളല്ല. ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ദിവസങ്ങളോളം എടുത്ത് പല വിഷയങ്ങളെയും പഠിച്ച് പ്രൊഫഷണൽ ഒപ്പീനിയൻ എടുത്ത് കേരളത്തിലെ ജനസമ്മതിയുടെ കാര്യം പല രീതിയിൽ വന്നപ്പോൾ അതിലെ പ്രമുഖ നേതാക്കളെ വിളിച്ച് ക്രോസ് വെരിഫൈ ചെയ്ത് ശ്രീ രാഹുൽ ഗാന്ധി ആയാലും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയാലും ഹൈക്കമാൻഡിന്റെ മെമ്പേഴ്സ് എല്ലാവരുമായാലും അങ്ങനെയൊക്കെ ചെയ്ത് വളരെ വിശദമായ പഠനത്തിന് ശേഷം ഒരു തീരുമാനത്തിലെത്തുമ്പോൾ സ്വാഭാവികമായും ചിലർക്കതില് പ്രതീക്ഷിച്ച മാതിരി സ്ഥാനം കിട്ടിയില്ലെങ്കിലോ പ്രതീക്ഷിച്ച മാതിരി കൂടിയാലോചനകളിലുള്ള അസംതൃപ്തി ഉണ്ടെങ്കിലോ അതൊക്കെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ അപൂർവ സംഘടനകളിലൊന്നായ കോൺഗ്രസിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ഒരു ന്യൂസ് വാല്യൂ പോലും ഇല്ല. ഒരിക്കലും ശ്രീ രമേശ് ചെന്നിത്തല എം.എൽ.എ സ്ഥാനം രാജിവെക്കും എന്ന ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട. അദ്ദേഹം അച്ചടക്കമുള്ള കഴിഞ്ഞ 50-ലേറെ വർഷമായിട്ട് കോൺഗ്രസിന്റെ നെടുംതൂണായി നിൽക്കുന്ന കേരളത്തിലെ മുതിർന്ന നേതാവ് തന്നെയാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ന്യൂസ് ഉണ്ടാക്കി ന്യൂസ് മേക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ചിലപ്പോ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയെ മാനിച്ചില്ല എന്ന ഒരു ഫീലിംഗ് ഉണ്ടാകാം, സ്വാഭാവികമാണ്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ശ്രീ രമേശ് ചെന്നിത്തല ശ്രമിക്കില്ല. മാത്രമല്ല എതിർഭാഗത്തുള്ള സർ, എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റിയെ ഹൈക്കമാൻഡ് കാണാതെ പോയത്? സീനിയോറിറ്റി മാത്രം പോരല്ലോ, ഒരു പ്രത്യേക രീതിയിൽ ജനങ്ങളുടെ ഒരു അഭിപ്രായം വരുമ്പോൾ എന്താണ് എന്ന് പഠിക്കുകയും ജനങ്ങളുടെ വികാരത്തെയും വിചാരത്തെയും അവരുടെ ആശ്രയത്തെയും അവരുടെ സ്നേഹത്തെയും ബഹുമാനത്തെയും എല്ലാം കണക്ക് കൂട്ടിയിട്ട് അത് പഠിക്കാനൊക്കെ ഇപ്പൊ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോ താരതമ്യേന ഈ തവണത്തെ ഊഴം വി.ഡി. സതീശന് കൊടുക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുത്തതുപോലെ അത് ഒരു പരീക്ഷണം തന്നെയാണ്. കോൺഗ്രസ് ഇപ്പൊ മുന്നിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ UDF മുന്നിൽ വെച്ചിരിക്കുന്ന എമർജൻസി ആയിട്ട് നടപ്പാക്കേണ്ട 5 പദ്ധതികളുണ്ട്. അതുകൂടാതെ കേരളത്തിന്റെ ഖജനാവില് പൂച്ച പെറ്റ് കിടക്കുകയാണെന്നാണ് പറയുന്നത്. പൈസ റൈസ് ചെയ്യാനുണ്ട്. അപ്പോ വളരെ പരിചയമുള്ള ഒരു റിസ്ക് എടുക്കാൻ തയ്യാറുള്ള സ്ട്രാറ്റജിക് മാനേജേഴ്സ്, ക്രൈസിസ് മാനേജേഴ്സ് ആ ഒരു കാര്യം കണക്കുകൂട്ടിയപ്പോൾ UDFന്റെ ഇപ്പോഴത്തെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കാൻ ശേഷിയുള്ളതും മറ്റു പല ഘടകങ്ങളും ആലോചിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരുടെ നേതാക്കളുടെ പ്രത്യേകിച്ച് ആദർശധീരരായ ശ്രീ A.K. ആന്റണി, ശ്രീ സുധീരൻ, അതേപോലെ ലൈവായിട്ട് വളരെ വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ശ്രീ K. മുരളീധരൻ, മറ്റുള്ള ഇവരെ എല്ലാം വെരിഫൈ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ടിന്റെ ബേസിൽ ചുമതല ജനാധിപത്യത്തിന്റെ ഒരു വിജയമായി കണ്ട് രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയ്ക്കല്ല ഇപ്പോഴത്തെ പ്രവർത്തനത്തിന് ആവശ്യമുള്ളത്.
ശ്രീ വി ഡി സതീശനാണെന്ന് കണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് വളരെ വിശദമായ ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് 11 ദിവസം വൈകി, അങ്ങനെ ഓരോ ചർച്ചയുണ്ടായിരുന്നു. അതിലൊരു റിസൾട്ടാണ്, ഒരു എൻഡാണ് അതിലിപ്പോ തൽക്കാലം ഏൽപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടത്. കോൺഗ്രസ് അല്ലെങ്കിൽ UDF സംവിധാനം ഇതുപോലൊരു വിജയം ഇതിനു മുമ്പ് പ്രതീക്ഷിച്ചിരുന്നില്ലേ? അപ്പോൾ വി ഡി അത് വി ഡി സതീശൻ സതീശൻ പറഞ്ഞല്ലോ. പറഞ്ഞിരുന്നല്ലോ 100 സീറ്റ് കിട്ടിയില്ല, രാഷ്ട്രീയ വനവാസം എന്നൊക്കെ രീതിയിൽ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോ അങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ലേ? പ്രതീക്ഷിച്ചല്ലോ. ഒരാള് പറഞ്ഞല്ലോ 100-ലേറെ സീറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ UDF ജയിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നൊക്കെ ശക്തമായിട്ട് പറഞ്ഞ ഒരു നേതാവിന്റെ ആ ചങ്കുറപ്പാണ്. അപ്പോ അങ്ങനെ ഒരു നേതാവിന്റെ ചങ്കുറപ്പോട് കൂടി UDF സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പോലും ഇത്രയധികം ദിവസം കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ KC വേണുഗോപാൽ ഉൾപ്പെടുന്ന നേതാക്കളുടെ പേരുകൾ ഉയർന്നു വരുന്നു. KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് ഡൽഹിയിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ഇരുവരും തമ്മിൽ ഫ്ലെക്സ് യുദ്ധമൊക്കെ ഉണ്ടായതാണ്. അത് ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ പോലും ഏറ്റവും മൗനം പാലിച്ചിരുന്നതും തനിക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാവാം. എന്നും സൗമ്യനായിട്ടുള്ള ഒരു നേതാവായിട്ട് മാത്രമേ ശ്രീ രമേശ് ചെന്നിത്തലയെ ജനങ്ങൾ ഉൾപ്പെടെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെയാണ് മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധിയെ പോലും കാണാനായിട്ട് കൂട്ടാക്കിയിരുന്നില്ല. അതില് അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ശ്രീ രമേശ് ചെന്നിത്തല. ശ്രീ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള പദവിയേക്കാളും വലിയ പദവി കാത്തിരിക്കുന്നുണ്ടാകാം. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനാണ്. പിന്നെ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടാവില്ല. ആ സംതൃപ്തി ഉണ്ടാകാത്ത രീതിയിൽ കോൺഗ്രസിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇതിലും ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. ആസ് ഓഫ് ദിസ് മൊമെന്റ് രമേശ് ചെന്നിത്തല ഈസ് ആൻ MLA. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. 40 വർഷം മുമ്പ് മന്ത്രിയായിരുന്ന സൗമ്യനായ ഒരു നേതാവ് പല കാര്യങ്ങളും LDF സർക്കാരിനെതിരെ വിശദമായി പഠിച്ച സഭയിൽ ഉന്നയിച്ചിട്ടുള്ള നേതാവ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇത്തരത്തിലുള്ള കരുക്കൾ നീക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു പദവി നൽകുമായിരിക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അത് കോൺഗ്രസിന്റെ ഇന്റേണൽ കാര്യം. കോൺഗ്രസ് ജനാധിപത്യ കക്ഷിയാണ്, അതവിടെ തീരും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്. 2021 KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിട്ട് പോലും എന്തുകൊണ്ട് VD സതീശനെ അന്നത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ ശിവകുമാറിനെ ഉൾപ്പെടുത്തി, NSSന്റെ കോട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവകുമാറിനെ ഉൾപ്പെടുത്തി? അന്ന് ആരും ഇങ്ങനത്തെ ചോദ്യമൊന്നും ചോദിച്ചില്ല. എന്നിട്ട് VD സതീശൻ എന്താ ചെയ്തേ? VD സതീശൻ സ്പീക്കർ ആയിക്കൊള്ളാൻ പറഞ്ഞപ്പോ ഇല്ല, എന്റെ പ്രവർത്തനം സ്പീക്കർക്ക് പ്രവർത്തനം അല്ല, എനിക്ക് ഒരു പ്രശ്നമില്ല എന്നും പറഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാരിലെ പല കാര്യങ്ങളിലും ഉമ്മൻചാണ്ടി സർക്കാരിനെ സഹായിക്കാൻ മുന്നിട്ട് നിന്ന ആളാണ് VD സതീശൻ. 30 കൊല്ലം ആയിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഭാരവാഹിയായിട്ടിരിക്കുന്നു. അതിനുശേഷം പല രീതിയിൽ NSUവിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തമിഴ്നാടിന്റെ ചുമതല കൊടുത്തിരുന്നു. അങ്ങനെയുള്ള AICCയുടെ ഒരു നേതാവ് തന്നെയാണ് ശ്രീ VD സതീശൻ. VD സതീശൻ പറഞ്ഞ എന്താ? എന്റെ കൂടി നേതാവാണ് രമേശ് ചെന്നിത്തല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. അതുകൂടാതെ നിങ്ങൾ ആലോചിക്കണം, പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനെ ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയപ്പോൾ അന്നും രമേശ് ചെന്നിത്തല കുറെ നാളത്തേക്ക് മൗനം പാലിച്ചിരുന്നു. എപ്പോഴും പത്രക്കാര് ന്യൂസുകൾ ഇട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അന്നും രമേശ് ചെന്നിത്തലയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പ് അന്ന് വകവയ്ക്കാതെ VD സതീശനെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഈ ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് യൂത്തിനെ മുഴുവനും ഫുൾ ചാനലിൽ കൊണ്ടുവന്ന് ഈ ഇലക്ഷന് UDFനെ നയിച്ചത്
വി.ഡി. സതീശൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ അർഹത അങ്ങനെയെങ്കിൽ ആ ഒരു നീരസം വി.ഡി. സതീശൻ കാണിക്കുന്നതായിരിക്കുമോ ചെന്നിത്തലയോട്? അതൊക്കെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. രാഷ്ട്രീയത്തിൽ താൽക്കാലികമായി ഏതെങ്കിലും ഒരു സ്ഥാനം നഷ്ടപ്പെടുമ്പോഴോ കിട്ടുമ്പോഴോ ഉണ്ടാകാവുന്ന ഒരു ചെറിയ സംസാരം മാത്രമേ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ പബ്ലിക്കായിട്ട്. ഓരോരുത്തര് അദ്ദേഹത്തിന് വേണ്ടി പറയുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തട്ടെ. പലപ്പോഴായിട്ട് വരുന്ന വാർത്തകളാണ്. ശരിയാണോ എന്നുള്ളതല്ല, ഒരു പക്ഷെ ഊഹമായിരിക്കാം. ചെന്നിത്തല അങ്ങനെ അസംതൃപ്തനാണ് എന്നുണ്ടെങ്കിൽ BJP-യിലേക്ക് പോകുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ പോകുമോ? ഒരിക്കലും പോകൂല. അദ്ദേഹം BJP-യിലേക്ക് പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല.